ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മഹാഗണപതി കോവിൽ കൊട്ടാരക്കരയിലാണ്. ഇപ്പൊ നേരത്തെ തിരക്കുണ്ടായിരുന്നു. അപ്പം നമുക്ക് വഴി പറഞ്ഞു തരുന്ന ഗൂഗിൾ മാമിയാണ്. ഒരുപാട് നാളത്തെ പ്ലാനിങ് ആയിരുന്നു കൊട്ടാരക്കര ഗണപതി കോവിലിൽ പോകണമെന്ന്. ഇന്നാണ് അതിനുള്ള സമയം കിട്ടിയത്. പ്ലാനിങ്ങുകളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ സമയം കിട്ടിയ സമയത്ത് നമ്മൾ പോകാൻ തന്നെ പെട്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി തീരുമാനിച്ച് ഇന്ന് രാവിലെ കൊട്ടാരക്കര ഗണപതി കോവിലിലേക്ക് പോവുകയാണ്. വരുന്ന വഴി നല്ല മഴയുണ്ടായിരുന്നു. റോഡ് മാറിയപ്പോൾ മഴയെല്ലാം മാറി വെയിൽ വന്നു. ഇപ്പോൾ നല്ല വെയിലിലാണ് പോകുന്നത്. ഇനി അമ്പലത്തിലെത്തുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, മഴ ഉണ്ടാവുമെന്നറിയില്ല. മക്കളാണ് വഴി പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് ഈ മാപ്പ് നോക്കി വഴി പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് രണ്ടുപേരും കൂടെ ഭയങ്കര വഴക്കും മടിയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ നല്ല വഴക്കാണ്. അങ്ങനെ മാപ്പ് നോക്കി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഗണപതി കോവിലിൽ പോകുന്നത്. ഇതുവരെയും പോയിട്ടില്ല. മക്കൾ രണ്ടുപേരും അത്താനും അമ്മയും ഒക്കെ പോയിട്ടുണ്ട്. അവർ മലയ്ക്ക് പോയ സമയത്ത് ഈ ഗണപതി കോവിലിൽ കയറിയിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് അത്താന് ചെറിയതായിട്ട് വഴി അറിയാം. എന്നാലും കൺഫേം ചെയ്യാൻ വേണ്ടി ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഗണപതി കോവിലിലെത്തി. അപ്പോൾ അകത്തോട്ട് കയറുന്ന വഴിയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ചയും കൂടെ അല്ലേ, അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടി മുന്നോട്ട് പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. ഇപ്പോൾ സമയം 10:30 മണി കഴിഞ്ഞു. നട അടയ്ക്കുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. അതുകൊണ്ട് കാറ് പാർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഞാനും അത്താനും കൂടെയാണ് പോകുന്നത്. മക്കളെയും അമ്മയും മാമനെയും അവിടെ ഇറക്കിയിട്ട്, നടയുടെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് ഞാനും അത്താനും കൂടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നല്ല തിരക്കുള്ളത് കൊണ്ട് കാറ് പാർക്ക് ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല. അപ്പോൾ അമ്മയും മക്കളും കൂടി ഇതാ പോകുന്നുണ്ട്, അകത്തേക്ക് കയറുന്നുണ്ട്. ഇത്രയും വണ്ടികളും പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. ഓരോ വണ്ടി ഇറങ്ങുന്നതിനനുസരിച്ച് മറ്റു വണ്ടികൾ കയറി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരമായി കാറിൻ്റെ അകത്ത് തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. കിട്ടിയ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ കോവിലിൻ്റെ അകത്ത് കയറി. നട അടയ്ക്കുന്നതിന് മുമ്പ് തൊഴുത് ഇറങ്ങണം. അങ്ങനെ അമ്പലത്തിനകത്ത് കയറി തൊഴുതു. ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി. കണ്ടില്ല. അപ്പം ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഈ കുളത്ത് വയ്ക്കാണ്. അവരെവിടെ അമ്മ? അവരൊക്കെ എവിടെ? ഭയങ്കര മീനുണ്ട് മക്കളെ ഇതിനകത്ത്. ഇതിങ്ങ് വാ, ഇങ്ങ് വന്നാണ് ആദ്യം. ഇത് കണ്ട അങ്ങോട്ട് പോവാം, വാ.
ഇത് അമ്പലത്തിൻ്റെ തന്നെ ഒരു വലിയ കുളമാണ്. നല്ല വിശാലമായ കുളമാണ്. എല്ലാം ഗ്രില്ലിട്ട് വെച്ചിരിക്കുകയാണ് പുറത്തോട്ടൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടി. നിറയെ മീനും ആമയൊക്കെ ആ കുളത്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആദ്യം അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഇത്രയും മീനിനെ ആദ്യമായിട്ടാണ് കാണുന്നത് കുളത്തിലൊക്കെ. ബാക്കി എല്ലാവരും മാമൻ്റെ കൂടെ നിൽക്കുകയാണ്. മാമൻ അപ്പുറത്തെ സ്ഥലത്ത് നിൽക്കുകയാണ്. നമ്മളിനി അങ്ങോട്ട് പോവും. അവരുടെ അടുത്തേക്ക് പോവും. അവർ ആ വെയിലില്ലാത്ത സ്ഥലം നോക്കി അവിടെ ഇരിക്കുകയാണ് മക്കൾ 3 പേരും മാമനും കൂടി. കുളത്തിൻ്റെ സൈഡിൽ കൂടി കുളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. കുറച്ച് ഭാഗത്ത് മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. ആഴമില്ലാത്ത സ്ഥലത്ത് മാത്രമാണ് ആൾക്കാർ നിന്ന് കൈയും കാലും ഒക്കെ കഴുകുന്നത്. അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് പോവുകയാണ്. അവിടെ നിന്ന് മീൻ കാണാനാണ് പ്രത്യേകമായിട്ട് പോകുന്നത്. ഗ്രില്ലിൻ്റെ അവിടെ നിന്ന് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ആ സ്റ്റെപ്പെല്ലാം ഇറങ്ങി നമ്മളും ഈ പടവിലെത്തി, കുളത്തിൻ്റെ കരയിലെത്തി. ഇവിടെ 2-3 സ്റ്റെപ്പുണ്ട്. നല്ല വഴുക്കലുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം അവിടെ ഇറങ്ങാൻ. നല്ല പേടിയുണ്ടായിരുന്നു. ആദ്യക്കുട്ടിക്ക് വെള്ളം കണ്ടപ്പോൾ കാല് നനയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. അങ്ങനെ അവൾ ഭയങ്കരമായിട്ട് നിർബന്ധം പിടിക്കുകയാണ്. എനിക്കൊന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധം പിടിക്കുകയായിരുന്നു. അങ്ങനെ അത്താൻ പതുക്കെ ആ സൈഡിൽ കൊണ്ടുവന്ന് നിർത്തി പിടിക്കുകയാണ്. പതുക്കെ വെള്ളത്തിൽ ഇറക്കുന്നുണ്ട്. പട്ടുപാവാടയാണ് ഇട്ടായിരുന്നത്. അപ്പോൾ പട്ടുപാവാട കംപ്ലീറ്റ് വെള്ളം നനയുന്നുണ്ട്. അങ്ങനെ അത്താൻ പറയുന്നുണ്ട്, പാവാട പൊക്കി പിടിക്കുന്നു. നല്ല പായലുണ്ട്, തെന്നുന്നുണ്ട്. അങ്ങനെ അത്താൻ അവളുടെ കൈ ഇറക്കി പിടിച്ചാണ് പതുക്കെ ഇറക്കുന്നത്. ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ മാത്രമേ അവളെ ഇറക്കുന്നുള്ളൂ. താഴോട്ട് ഇറക്കുന്നില്ല, പേടിയാണ്. കാല് തന്നെയാ താഴെ വീഴും. നല്ല പായലുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പുറത്ത് പിടിക്കേ താഴെ കമന്ന് നിൽക്കണ്ട മോനെ. കമന്ന് നിന്നാൽ ചിലപ്പോൾ വീഴാലോ. കാലിൽ മീൻ കൊത്തുന്നമ്മ. ആദി കാലിൽ മീൻ കടിക്കുന്നുണ്ടോ? അയ്യോ വീണ് തെന്നെ. പാവാട ഉടുപ്പ് പൊക്ക്. അപ്പോഴേക്കും മാമ മക്കളെയും കൊണ്ട് തിരിച്ചു വന്നു. അവർക്ക് വെള്ളം വാങ്ങി കൊടുക്കാൻ മാമ കടയിൽ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ അവർക്കുള്ള വെള്ളവും വാങ്ങിച്ചു കൊടുത്തിട്ട് മക്കളെയും കൊണ്ട് തിരിച്ചു വന്നു. അവരെയും വെള്ളത്തിലൊക്കെ ഇറക്കി ഇനി നേരെ മുകളിലേക്ക് കോവിലിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അബിക്കുട്ടൻ മുണ്ടെടുത്തിരിക്കുന്നത് കൊണ്ട് അവന് നടക്കാനും ഓടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ പറയുന്നുണ്ട്, അത് മടക്കി ഉടുക്കുന്നു. അവനത് ഉടുക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം ഞാൻ തന്നെ അതിന് മടക്കി ഉടുത്തു. മടക്കി ഉടുത്തപ്പോഴാണ് അവന് കുറച്ചും കൂടെ ഒന്ന് കംഫർട്ടായത്. ഞാനിന്ന് കോവിലിൽ വരുന്നത് കൊണ്ട് അവന് മുണ്ടും ഷർട്ടുമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ മടക്കി ഉടുത്തപ്പോൾ അവന് കംഫർട്ടായി, ഓടിക്കളിക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ പ്രാധാന്യമുള്ളത് ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇനി ഉണ്ണിയപ്പം വാങ്ങണം. അപ്പോൾ അതിനാദ്യം ടോക്കൺ എടുക്കണം. പുറത്ത് തന്നെയാണ് അതിൻ്റെ രസീത് എഴുതുന്നത്. ടിക്കറ്റ് കൗണ്ടർ, അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കണം. അമ്മ ടിക്കറ്റ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നല്ല ക്യൂ ഉണ്ട്. കോവിലിനകത്തും നല്ല ക്യൂ ആണ്. ഉണ്ണിയപ്പം വാങ്ങാനായിട്ട് നല്ല ക്യൂ ഉണ്ട്, നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. അമ്മയും അത്താനും കൂടി ക്യൂ നിൽക്കുകയാണ്.
പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ വണ്ടികൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭഗവാന്റെ മുന്നിൽ പൂജിക്കാൻ വേണ്ടി, പുതിയ വണ്ടികളാണ്, അപ്പോൾ അത് പൂജിക്കാൻ വേണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോറ്റി അകത്തുനിന്ന് തിരുമേനി വന്ന് പൂജിക്കുന്നുണ്ട്. 2-3 വണ്ടികളൊക്കെ പൂജിച്ച് പുറത്ത് പോയി. ഇവരെ ഈ കുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഈ ക്യൂ നിൽക്കുന്ന ആ കമ്പി അടിക്കകത്ത് നിന്ന് കളിക്കുകയാണ്. ഉണ്ണിയപ്പത്തിനുള്ള ടോക്കണും എടുത്ത് ഞാൻ അകത്ത് കയറി. നല്ല തിരക്കുണ്ട്. ഉണ്ണിയപ്പം വാങ്ങാനായിട്ട് നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് ചോദിച്ച് പോവുകയാണ്. എവിടെയാണ് കൊടുക്കുന്നത്, എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അത് ചോദിച്ച് പോവുകയാണ്. ഇത് അവിടുത്തെ തുലാഭാരം നടത്തുന്ന സ്ഥലമാണ്. ഭഗവാന്റെ മുന്നിൽ കുഞ്ഞു മക്കൾക്ക് തുലാഭാരം നടത്തുന്ന സ്ഥലമാണ്. കുഞ്ഞുമക്കളെന്നല്ല, എല്ലാവർക്കും തുലാഭാരം നടത്താറുണ്ട്. ഈ കാണുന്നതെല്ലാം ഉണ്ണിയപ്പം വാങ്ങാൻ നിൽക്കുന്ന ക്യൂവിലുള്ള ആൾക്കാരാണ്. 2 സൈഡിലായിട്ടാണ് ക്യൂ നിൽക്കുന്നത്. അതുതന്നെ 3 വരിയായിട്ടാണ് നിൽക്കുന്നത്. 2 സൈഡിലായിട്ട് 3 വരിയായിട്ടാണ് നിൽക്കുന്നത്. നല്ല തിരക്കാണ്, നല്ല തിരക്ക്. ഓരോരുത്തർക്കും ഓരോ ടോക്കൺ വീതമാണ് കൊടുക്കുന്നത്. ആ ഓരോ ടോക്കൺ വീതമേ വാങ്ങാനും പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമേ അത്താൻ പോയി ക്യൂ നിന്നു. ഞാൻ ടോക്കൺ എടുത്തിട്ട് വരുന്നതിന് മുമ്പ് അത്താൻ പോയി ക്യൂ നിന്നു. അമ്മയുടെ ടോക്കണും വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ഒരു 3/4 മണിക്കൂറോളം ഞാൻ ക്യൂവിൽ നിന്നിട്ടുണ്ട്. ഉണ്ണിയപ്പമൊക്കെ കിട്ടി. ഇനി പുറത്തിറങ്ങിയപ്പോൾ സ്റ്റേജിൽ മക്കൾ കളിക്കുകയാണ്. സ്റ്റേജിൽ നല്ല വിശാലമായ സ്റ്റേജ്, വലിയ സ്റ്റേജായിരുന്നു. അപ്പോൾ സ്റ്റേജ് കണ്ടുടനെ ആദിക്ക് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു. ആദ്യം മക്കളും എല്ലാവരും കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടി വണ്ടിയിൽ കയറി കളിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് വെള്ളം വേണം, ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. അങ്ങനെ അത്തം വെള്ളമെല്ലാം എടുക്കാൻ പോയി. കാപ്പി ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു, അമ്മ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് മക്കൾക്ക് കാപ്പിയെല്ലാം കൊടുത്തു. കുറച്ച് നേരം അവരവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോഴാണ് 4 പേര് സമാധാനത്തിൽ ഒരറ്റത്ത് ഇരിക്കുന്നത്. ഇത്രയും നേരം ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ 4 പേരെ ഒരറ്റത്ത് പിടിച്ചിരുത്തി അവിടെ ഇരിക്കുകയാണ്. ഭഗവാനെ എല്ലാം തൊഴുതു സന്തോഷമായി. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പാർക്കിംഗ് ഒക്കെ ഇപ്പോൾ ഒരുവിധം ഒഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പേരും കൂടെ ഉള്ളൂ കോവിലിനകത്ത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിക്കുകയാണ്. വരുന്ന വഴിക്ക് ഞങ്ങളൊരു ചായക്കട കയറി. മക്കൾക്കും എല്ലാവർക്കും ചായയും സ്നാക്സും ഒക്കെ വാങ്ങിക്കൊടുത്തു. ഇനി നേരെ വീട്ടിൽ. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.